വാർത്തകളിലേക്ക് മടങ്ങിയെത്തുമ്പോൾ കെ പി അഭിലാഷ്, അന്താരാഷ്ട്ര തലത്തിൽ മറ്റ് ചില പ്രധാനപ്പെട്ട സംഭവങ്ങൾ കൂടി നടക്കുന്നുണ്ട്. നമുക്ക് നോക്കാം പുതിയ പാപ്പ ആരാകുമെന്ന്. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് പിൻഗാമിയെ കണ്ടെത്താനുള്ള തെരഞ്ഞെടുപ്പ് തുടരുകയാണ്. വത്തിക്കാൻ സിസ്റ്റൈൻ ചാപ്പലിൽ തെരഞ്ഞെടുപ്പ് തുടരുകയാണ്. ഇന്നലത്തെ വോട്ടെടുപ്പ് ഫലം കണ്ടില്ല. വോട്ടെടുപ്പിന് ശേഷം സിസ്റ്റൈൻ ചാപ്പലിലെ ചിമ്മിനിയിൽ നിന്ന് കറുത്ത പുകയാണ് പുറത്തു വന്നത്. ഇന്ന് 4 വട്ടം വോട്ടെടുപ്പ് നടക്കും. 133 കർദിനാൾമാരാണ് വോട്ട് ചെയ്യുക. ഇതിൽ 88 വോട്ട് നേടുന്ന ആളായിരിക്കും പാപ്പയാവുക. ടോം കുര്യാക്കോസ് ആണ് നമുക്കൊപ്പം ചേരുന്നത്. ടോം, വെളുത്ത പുക ആ സിസ്റ്റൈൻ ചാപ്പലിൽ നിന്ന് ഉയരുന്നത് കാത്തിരിക്കുകയാണ് ലോകം. അഭിലാഷ്, നമുക്കറിയാം, കാരണം ആഗോള കത്തോലിക്ക സഭയുടെ 267ാമത്തെ തലവനെ മാർപ്പാപ്പയെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള കോൺക്ലേവാണ് ഇപ്പോൾ വത്തിക്കാനിൽ പുരോഗമിക്കുന്നത്. സാധാരണഗതിയിൽ നേരത്തെ ആര്യ സൂചിപ്പിച്ചതുപോലെ കറുത്ത പുകയാണെങ്കിൽ മാർപ്പാപ്പയെ തെരഞ്ഞെടുത്തിട്ടുണ്ടെന്നും വെളുത്ത പുകയാണെങ്കിൽ മാർപ്പാപ്പയെ തെരഞ്ഞെടുത്തുമെന്നുമാണ് സൂചിപ്പിക്കുന്നത്. ഇന്നലെ ഈ വോട്ടെടുപ്പിന്റെ ആദ്യ ദിവസമായിരുന്നു. 1ാം ഘട്ട വോട്ടെടുപ്പ് മാത്രമാണ് നടന്നത്. എന്നാൽ 1ാം ഘട്ട വോട്ടെടുപ്പിൽ ഫലമുണ്ടായിട്ടില്ല. 3 മണിക്കൂറിലേറെ നീണ്ടുനിന്ന ഈ വോട്ടെടുപ്പ് പ്രക്രിയയിൽ ആർക്കും ഭൂരിപക്ഷം, അതായത് 3-2 ഭൂരിപക്ഷം ലഭിക്കണം. 3-2 ഭൂരിപക്ഷം ഉണ്ടാകാതെ വന്നതോടെയാണ് ഈ സിസ്റ്റൈൻ ചാപ്പലിന്റെ മുകളിൽ കറുത്ത പുക ഉയർന്നത്. ഇന്നലെ ഫലം കാത്ത് സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിന് മുന്നിൽ നിരവധി ജനങ്ങളാണ്, വിശ്വാസികളാണ് രാത്രി വരെയും കാത്തു നിന്നത്. അതായത് ഇന്നലെ ഇറ്റാലിയൻ സമയം രാത്രി 9 മണിക്കാണ് ഈ കറുത്ത പുക ഉയർന്നത്. അതായത് ഇന്ത്യൻ സമയം രാത്രി 12:30 കൂടിയും കറുത്ത പുക ഉയരുന്നു. ഇന്നലെ 1ാം ഘട്ട വോട്ടെടുപ്പ് മാത്രമാണ് നടന്നത്. സാധാരണ എല്ലാ ദിവസങ്ങളും, ഇനിയുള്ള ദിവസങ്ങളിൽ 4 ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. അതായത് വരും ദിവസങ്ങൾ ഇന്നു മുതൽ ഇതിന്റെ ഒരു സാധ്യതകളിലേക്ക് ആരായിരിക്കാം മാർപ്പാപ്പയാവുക എന്ന ചില സൂചനകൾ ഇന്നൊരു പക്ഷേ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. സാധാരണഗതിയിൽ ഒരു മാർപ്പാപ്പ കാൻഡിഡേറ്റ് ഉണ്ടാകാറില്ല. അതായത് 133 കർദിനാൾമാർക്കാണ് ആഗോള കത്തോലിക്ക സഭയിലെ 70ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള 133 കർദിനാൾമാരാണ് ഈ മാർപ്പാപ്പയാകാനുള്ള സാധ്യതാ പട്ടികയിലുള്ളത്. 133 പേർക്കും മാർപ്പാപ്പയാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒരാൾ പോലും മാർപ്പാപ്പ കാൻഡിഡേറ്റ് ഇല്ല. ഈ 133 പേർക്കും ഓരോ പേരുകൾ എഴുതാം. അതില് ഒരു ഏകദേശ ധാരണയിലേക്ക് വരുമ്പോഴാണ് ഇവർ ഈ ഭൂരിപക്ഷത്തിലേക്ക് വരിക. പിന്നീട് ഈ 3-2 ഭൂരിപക്ഷത്തിലേക്ക് സ്വാഭാവികമായി എത്തിപ്പെടും. നിലവിലെ ഇറ്റാലിയൻ കർദിനാൾ പിയത്രോ പരോളിൻ, ഫിലിപ്പീൻസിൽ നിന്നുള്ള കർദിനാൾ ലൂയിസ് ആന്റോണിയോ ടാഗിൻ, ഹംഗേറിയിൽ നിന്നുള്ള കർദിനാൾ പീറ്റർ എർദോ എന്നിവരിൽ ഒരാളാകും മാർപ്പാപ്പ എന്ന ചില സൂചനകളൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും ഈ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ മാധ്യമങ്ങൾ കൽപ്പിക്കുന്ന പേരുകളായിരിക്കില്ല സാധാരണഗതിയിൽ മാർപ്പാപ്പയാവുക. കാരണം ഇത് പല രീതിയിലുള്ള പ്രക്രിയകളുണ്ട് കത്തോലിക്ക സഭയിൽ. അങ്ങനെ ഈ വോട്ടെടുപ്പ് പുരോഗമിക്കുകയും ചിലപ്പോൾ ഒരുപക്ഷെ ദിവസങ്ങളോളം അല്ലെങ്കിൽ ആഴ്ചകളോളം സാധാരണഗതിയിൽ വോട്ടെടുപ്പ് നീണ്ടുപോകാറുണ്ട്. പക്ഷെ ഇത്തവണ വോട്ടെടുപ്പ് നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ പറയപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഒരു 3-4 ദിവസത്തിനുള്ളിൽ ഈ ആരാകും മാർപ്പാപ്പ എന്ന കാര്യത്തിൽ ഒരു സൂചന ലഭിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. ടോം കുര്യാക്കോസ് ആണ് വിവരങ്ങൾ നൽകിയത്. ടോം സൂചിപ്പിച്ചതുപോലെ ഇത് ഈ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ചില പേരുകൾ പുറത്തു പറയുന്നുണ്ട് എങ്കിലും അതിൻ്റെ ഒരു രഹസ്യ സ്വഭാവം അത് കാലങ്ങളായി സൂക്ഷിച്ചു വരുന്ന ഒന്നാണ്. ഇപ്പോൾ ലോകത്ത് തന്നെ പല കാര്യങ്ങളും ഇങ്ങനെ, കേരളത്തിലാണെങ്കിൽ പറയും SSLC പരീക്ഷയുടെ ചോദ്യപേപ്പർ അച്ചടിക്കുമ്പോൾ പിന്നീട് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആർക്കും പുറം ലോകവുമായി ബന്ധമുണ്ടാകില്ല, ബജറ്റ് തയ്യാറാക്കുമ്പോൾ പുറം ലോകവുമായി ബന്ധമുണ്ടാകില്ല എന്നൊക്കെ പറയുന്നത് സമാനമായ രീതിയിലാണ് ഈ കോൺക്ലേവിൽ പങ്കെടുക്കുന്ന കർദിനാൾമാർക്ക് ഇത്തരത്തിൽ പുറം ലോകവുമായി ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ വോട്ടെടുപ്പ് നടന്ന് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ വോട്ടെടുപ്പിൽ പരാജയപ്പെടുന്ന ആ വോട്ടർ വിവരങ്ങൾ പോലും അവർ കത്തിച്ചു കളയും എന്നുള്ളതാണ്, സൂക്ഷിക്കില്ല. അപ്പോൾ എന്താണ് നടന്നത് എന്നത് നമുക്ക് പുറത്ത് നിന്നിങ്ങനെ സാങ്കല്പികമായി പറയുക എന്നതിനപ്പുറത്തൊന്നും. അതെ, ഏത് ഭൂഖണ്ഡത്തിൽ നിന്നുള്ള ആളായിരിക്കും, വ്യക്തിയായിരിക്കും പാപ്പയാവുക എന്നുപോലും നമുക്ക് പറയാൻ കഴിയാത്ത സാഹചര്യമാണ്. മാത്രമല്ല ഈ കോൺക്ലേവ് എത്ര ദിവസം നീണ്ടു നിൽക്കും എന്നുള്ളതും പറയാൻ കഴിയില്ല. ആഴ്ചകൾ നീണ്ടു നിൽക്കാം, മാസങ്ങൾ നീണ്ടു നിൽക്കാം. മാത്രമല്ല 1.5 വർഷം നീണ്ടു നിന്ന കോൺക്ലേവ് പോലും ചരിത്രമുണ്ട്. എന്തായാലും അതൊരു രഹസ്യ സ്വഭാവമുള്ള, കൗതുകമുള്ള ഒന്നാണ്. ആ പ്രൊസീജിയർ എങ്ങനെയെന്ന് നോക്കാം. കർദിനാൾമാർ. ഇവർ സിസ്റ്റൈൻ ചാപ്പലിലേക്ക് കടക്കുന്നതിന് മുൻപ് കർശന പരിശോധനയുണ്ട്. ഫോണോ കമ്പ്യൂട്ടറോ ഇന്റർനെറ്റോ പറ്റില്ല. ടിവിയും റേഡിയോയും പത്രവും അനുവദിക്കില്ല.
ചാപ്പലിൽ ഇലക്ട്രോണിക് ജാമറുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. ചാപ്പലിന്റെ വാതിലുകൾ അടഞ്ഞാൽ പിന്നെ അകത്ത് എന്തു നടക്കുന്നു എന്നത് പുറം ലോകത്തിന് അറിയാൻ ഒരു വഴിയുമില്ല. അകത്ത് പ്രസംഗമോ സംവാദങ്ങളോ നടക്കില്ല. കുർബാനയോടെ തുടക്കം, പിന്നെ വോട്ടെടുപ്പ്. തിരഞ്ഞെടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളിന്റെ പേരെഴുതി കർദിനാൾമാർ പ്രത്യേക പാത്രത്തിൽ നിക്ഷേപിക്കുന്നു. ആ വോട്ടുകളെടുത്ത് എണ്ണിത്തിട്ടപ്പെടുത്തി ഫലപ്രഖ്യാപനം. 89 വോട്ട് കിട്ടിയാലേ ജയിക്കൂ. അതുവരെ വോട്ടെടുപ്പ് നടക്കും. ആദ്യ ദിവസം 2 വോട്ടെടുപ്പ്, അടുത്ത ദിവസം മുതൽ 4 വീതം. കഴിഞ്ഞ തവണ 5ാമത്തെ തെരഞ്ഞെടുപ്പിലാണ് പോപ്പ് ഫ്രാൻസിസ് തെരഞ്ഞെടുക്കപ്പെടുന്നത്. ഒരു ദിവസം കൊണ്ടും 2 വർഷത്തിലധികം എടുത്തും പാപ്പായുടെ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട്. വോട്ടെടുപ്പ് നടത്തുന്നത് ഓരോ ദിവസവും കർദിനാൾമാരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്നവരാണ്. ബാലറ്റുകൾ ചുവന്ന നൂലിൽ കോർത്ത് അടുപ്പിലിട്ട് കത്തിക്കും. ആർക്കും ഭൂരിപക്ഷം കിട്ടാത്ത ബാലറ്റുകളും ഭൂരിപക്ഷം കിട്ടുന്ന അവസാന ബാലറ്റും കത്തിക്കുന്നത് വെവ്വേറെ രാസപദാർത്ഥങ്ങൾ കലർത്തിയാണ്. തെരഞ്ഞെടുക്കാത്ത ബാലറ്റുകൾ കത്തിക്കുമ്പോൾ കറുത്ത പുക, തെരഞ്ഞെടുത്തത് കത്തിക്കുമ്പോൾ വെളുത്ത പുക. ഈ സമയത്തെല്ലാം കർദിനാൾമാരല്ലാതെ കെട്ടിടത്തിലുണ്ടാവുക 2 ഡോക്ടർമാരും ചുരുക്കം ചില പരിചാരകരുമായിരിക്കും. അവരുടെ പേര് വിവരങ്ങൾ രഹസ്യമായിരിക്കും. അവരോട് പോലും സംസാരിക്കുന്നതിന് കർദിനാൾമാർക്ക് നിയന്ത്രണമുണ്ട്. ഓരോ ദിവസവും വോട്ടെടുപ്പ് കഴിഞ്ഞ് രാത്രി കർദിനാൾമാർ ഉറങ്ങുന്നത് മറ്റൊരിടത്താണ്. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയ്ക്ക് അടുത്തുള്ള സാന്താ മാർത്ത ഗസ്റ്റ് ഹൌസിൽ. അവിടേക്കുള്ള വരവും പോക്കും താമസവുമെല്ലാം ഇതേ കർശന നിയന്ത്രണങ്ങളോടെയാണ്. ഇതൊക്കെയാണെങ്കിലും അകത്ത് എന്തു നടന്നു എന്നതിന്റെ വിവരങ്ങൾ അപൂർവമായെങ്കിലും പിന്നീട് ചോർന്നിട്ടുണ്ട്. കഴിഞ്ഞ 2 പാപ്പാ തെരഞ്ഞെടുപ്പുകൾ സംബന്ധിച്ച ചില വിവരങ്ങൾ ഇങ്ങനെ പുറത്തു വന്നിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കൗതുകം നിറഞ്ഞ പാപ്പാ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രൊസീജിയറിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. കെ പി, എന്തായാലും ഇന്നലെ നമ്മൾ ഒരു പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകിയ ഓപ്പറേഷൻ സിന്ദൂർ എന്ന ഒരു വാർത്തയിൽ മാത്രമാണ് നിന്നത്. കൂടുതൽ സമയവും ഒരു പകൽ അന്ത്യോളം നമ്മൾ അതിൽ മാത്രമാണ് നിന്നത്. പക്ഷെ ഒട്ടനവധി മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളും കുറ്റകൃത്യങ്ങളും ഒക്കെ നടന്ന ഒരു ദിവസം കൂടിയായിരുന്നു. എടുത്തു പറയേണ്ടത്, ഇന്ത്യ ഈ ഒരു തിരിച്ചടി നൽകുന്നതിന് മുമ്പ് ഞാൻ ഇടയ്ക്ക് സൂചിപ്പിച്ചു, ഇന്ത്യ ബ്രിട്ടനുമായി ഒരു കരാറിൽ ഏർപ്പെട്ടു എന്നുള്ളതാണ്. അതിനിടെ മറ്റൊരു രാജ്യത്തിന്റെ വിദേശകാര്യ മന്ത്രി ഇന്ത്യയിൽ തുടരുന്നു. അങ്ങനെ ഒരു ഭാഗത്ത് ഇന്ത്യയുടേതായ ദൈനംദിനമായ പ്രവർത്തികൾക്കൊന്നും വലിയ മാറ്റങ്ങളും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നമുക്ക് അതൊക്കെ വാർത്തയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, കുറ്റകൃത്യങ്ങളുടെ ലോകത്ത് നടന്ന പ്രധാനപ്പെട്ട വാർത്തകളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. കാണാം ഇടവേളയ്ക്ക് ശേഷം പോലീസ് പെട്രോൾ.